ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വ്ളോഗ് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ട് കൊണ്ടുപോകണം എന്നുള്ള വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തൊരു വ്ളോഗാണ്. എന്താണെന്നറിയില്ല, ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടോക്ക്. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മഴയുള്ള ദിവസവും ഞങ്ങൾ മെഷീനിലാണ് തുണിയിടൽ. അല്ലാത്ത ദിവസവും പുറത്ത് മുറ്റത്ത് നിന്നാണ് കേട്ടോ അലക്കൽ. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു രാവിലെ തന്നെ. അങ്ങനെ മുറ്റത്ത് നിന്ന് അലക്കി മെഷീനിൽ കൊണ്ടിടും തുണിയൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ യൂണിഫോം ഒന്നും പെട്ടെന്ന് ഉണങ്ങി കിട്ടൂല. അങ്ങനെ ഉണക്കിയിട്ട് ഞാൻ അയലിൽ വിരിച്ചിടലാന്ന് കേട്ടോ, ആറിയിടലാന്ന്. മഴക്കാലമായാൽ ഞങ്ങൾ ഇവിടെ തന്നെയാണ് തുണിയിൽ വിരിച്ചിടൽ. മുകളിൽ സിറ്റ് ഔട്ടിൽ. ഇവിടെ ഇപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ. അവിടെ പിന്നെ ഇരിക്കേണ്ട പോലത്തെ ഒരു കുഷ്യൻ പോലത്തെ സംഭവം കണ്ടേ നിങ്ങൾ. അതെല്ലാം സെറ്റാക്കി വെക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ എല്ലാം ഒരു സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുള്ള. ഇവിടെ ആരെങ്കിലും വിരുന്നിന് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയെല്ലാം നടക്കുമ്പോൾ അതെല്ലാം ഒന്ന് വെക്കൽ. അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ വെച്ചെടുത്ത് തന്നെയാണ്. ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ മെയിനായിട്ട് രണ്ട് പണിയാണ് ഉണ്ടാകുക. ഒന്ന് അലക്കലും ഒന്ന് മുറ്റടിക്കലും. പിന്നെ അലക്കൽ മഴ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ മിഷ്യനിലിടും. മുറ്റടിക്കലാന്ന് ഭയങ്കര ഇടങ്ങാറ്. മുറ്റടിക്കാൻ ഇറങ്ങുമ്പോഴേക്കും മഴ പെയ്യും. ഇന്നിപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതും നടന്നിന് കേട്ടോ. അങ്ങനെ ഹംദ എണീച്ചിട്ട് ഇങ്ങനെ ഓളിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളും ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കുറേ സമയം അവിടെ വെക്കും, കളിക്കും. പിന്നെ എടുത്ത് ഏതെങ്കിലും റൂമിൽ കൊണ്ടുപോയി അവിടെ ഇങ്ങനെ നിരത്തി വെക്കും. അങ്ങനെയെല്ലാം ആയിട്ടാണ് ഓളെ കളി. പിന്നെ രാവിലെ നാസ്തൻ്റെ ഒരു ടൈം ആയാലോ ഓക്ക് പുട്ടാണ് കൊടുത്തിട്ടുള്ളത്. പുട്ട് വേണമെന്നുണ്ട്. അങ്ങനെ ഓക്ക് പുട്ടും നമ്മൾ ദോശയാണ് കേട്ടോ കഴിച്ചത്. ഓക്ക് പണ്ട് ഇഷ്ടമില്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് പുട്ടേനു. ഇപ്പോൾ പഞ്ചസാര കൂട്ടിയിട്ട് ഒരു തവണ കൊടുത്തിട്ട് പിന്നെ എങ്ങനെയെങ്കിൽ പഞ്ചസാര കഴിക്കേണ്ടിയിട്ട് ഒരു പുട്ട് ഇഷ്ടമായി കേട്ടാ. ഇപ്പം പിന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ പുട്ട് തന്നെയാണ്. രാവിലെ ഈ അടിച്ചുവാരും തുടക്കുകയൊക്കെ ചെയ്യുമ്പോൾ വന്നേ ഇതിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ വന്ന് ഈ എക്യോറിറ്റിലെ ഫിഷിന് ഫുഡ് ഇട്ട് കൊടുക്കണം എന്നുള്ള കാര്യം ഓർമ്മ വരിക. അല്ലെങ്കിൽ പിന്നെ ഓർക്കൂല കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഓർത്തിട്ട് ഓർമ്മയോടെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ലൈറ്റിന് കംപ്ലൈൻ്റ് ആയിട്ട്, ലൈറ്റിന് എന്നല്ല ആ ഒരു ഫ്ലഗിന് കംപ്ലൈൻ്റ് ആയിട്ടുള്ള എന്താണ് ലൈറ്റും അതിൻ്റെ മോട്ടറും ഒന്നും വർക്ക് ചെയ്യാത്തത്. എനിക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ പുട്ട് ഉണ്ടാക്കിയില്ലേ അന്നത്തെ ദിവസം ഫുള്ളും അതിൻ്റെ പൊടി വീട്ടിലെല്ലാ ഭാഗത്തും ഉണ്ടാവും. കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട. ഇതിപ്പോൾ ഹംദന ഞാനൊരു ആ ഒരു ബർത്തുമ്മൽ കയറ്റി ഇരുത്തിയിട്ടാണ് ഞാൻ കൊടുത്തിന്. അപ്പോൾ അവിടെ മാത്രമേ ആയിട്ടുള്ളൂ, വേറെ എവിടെയും അങ്ങനെ വൃത്തികേടായിട്ടില്ല. ഇവിടെ ഇപ്പം ഇല്ലേ ആരും കുട്ടികളും ബഹളവും ഒന്നുമില്ല. എന്നാലും ഇല്ലേ ഈ പണിയെല്ലാം ഒരു ദിവസം ചെയ്യുന്ന പണിയില്ലേ എല്ലാ ദിവസവും ചെയ്യണം. അതിപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും. തുടക്കലായാലും ആരും ഇല്ലെങ്കിൽ തന്നെ ഇതെല്ലാം ദിവസവും ചെയ്യണം. ഈ ബർത്തിലെല്ലാം സോപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് വൈപ്പർ വെച്ചിട്ടാണ് ക്ലീനാക്കി എടുക്കൽ. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് ഉമ്മാൻ്റെ കണ്ണിൽ അത് വൃത്തിയായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ രണ്ടാമത് ഉമ്മ അത് ചെയ്യും കേട്ടോ. അതെല്ലാ കാര്യം അങ്ങനെയാണ്. തുടച്ച് കഴിഞ്ഞാലും ഉമ്മക്കത് വൃത്തിയായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഉമ്മ അത് രണ്ടാമത് തുടക്കുന്നു. അങ്ങനെ വീട്ടിലെ പണിയെല്ലാം ഏകദേശം തീർത്തിട്ടുണ്ട്. ഞാനിപ്പം മുറ്റത്തേക്ക് വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ചെമ്പരത്തി എൻ്റെ ഇല, പൂവ്, കറ്റാർവാഴ അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം പറിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് സ്കൂളിൽ ലീവുള്ള ദിവസമാണ് നമുക്ക് അവരെ കുറച്ച് കൂടുതലായിട്ട് അവരെ ശ്രദ്ധിക്കാൻ പറ്റുക. അവരെ മുടിയും എല്ലാം ആയിട്ട്. ഇപ്പോൾ ഹംദക്ക് ചെറുതായിട്ട് താരന് പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ നാളായി ഒന്നിനും ടൈം കിട്ടാൻ. അങ്ങനെ ടൈം കിട്ടായിട്ടല്ല, അങ്ങനെ ലീവുള്ള ദിവസം നമ്മൾ എന്തെങ്കിലും പുറത്തു പോവുക, പിന്നെ ആ ദിവസം നല്ല തിരക്കും ഉണ്ടാവും, അങ്ങനെ ലൈറ്റ് വിട്ടു പോകുക. അപ്പോൾ ഇന്ന് ഓർമ്മയോടെ എന്തെങ്കിലുമെല്ലാം ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്പരത്തിൻ്റെ പൂവും ഇലയും എടുത്തിട്ടുണ്ട്. പിന്നെ കറ്റാർവാഴ, ചെറിയ ഉള്ളി, പിന്നെ പേരൻ്റെ ഇല, ഇതെല്ലാം എടുത്തിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്.
ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ട് ഞാൻ ഈ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു ബോട്ടിലില്ലേ, റോസ്മേരി വാട്ടറിൻ്റെ ആ ഒരു ബോട്ടിലാക്കിയിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കലാന്ന്. ഇതുപോലെ ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ തേയിലെല്ലാം തലക്ക് നല്ലതാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ കറ്റാർവാഴ എല്ലാം നല്ല തലക്ക് നല്ല തണുപ്പ് കിട്ടുന്ന സംഭവങ്ങളല്ലേ. ഇപ്പം മഴക്കാലത്ത് അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇതെല്ലാം നല്ലതാണ്. അങ്ങനെ ഓരോ വീക്കിൽ ഇങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതങ്ങനെ ഒരു അരമണിക്കൂറോളം വെച്ച് പിന്നെ കുളിച്ച് ഫ്രഷായി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. കാലാവസ്ഥ ഉണ്ട് നിങ്ങൾ, കുറച്ച് മഴയും കുറച്ച് വെയിലാകും അങ്ങനെ. ഇനിയിപ്പോൾ ഹംദക്ക് ഞാൻ ഫുഡ് കൊടുക്കലാണ്. ഹംദക്ക് മാത്രമല്ല എനിക്കും ഓക്കും കൂടി എടുത്ത് വെച്ചാണ്. ഫസ്റ്റ് ഓക്ക് കൊടുത്ത് അവളെ വയറ് നിറഞ്ഞതിന് ശേഷമാണ് ഞാൻ കഴിക്കുക. അല്ലാണ്ട് ഓക്ക് കുറച്ച് കൊടുത്ത് ഞാൻ കഴിച്ച് അങ്ങനെ എൻ്റെ വയറൊന്നും അറിയാത്ത പോലെ ഒരു തോന്നലുണ്ടാവും. അതുകൊണ്ട് ഓക്ക് ഫസ്റ്റ് കൊടുത്തതിൻ്റെയാണ് ഞാൻ കഴിക്കുക. ഇന്ന് പിന്നെ നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ പകുതിക്കെത്തിയാലോ കുറേ എടുക്കാനുള്ള മൂഡുണ്ട്, പിന്നെ കുറേ മൂഡില്ല, അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് പോവുകയാണ് കേട്ടോ ചെയ്തിന്. പിന്നെ ഇപ്പോൾ സുഖമില്ല, ഞാൻ മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോകുന്നതുകൊണ്ട് എന്നാ തലവേദനയും അങ്ങനെയെല്ലാം ആയിട്ട് കുറേ അങ്ങ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പം ഞാൻ ഹംദൻ്റെ ബുക്കെല്ലാം നോക്കുമ്പോഴാണ് ഇങ്ങനെ അതിലൊരു പേജ് ഇങ്ങനെ വിട്ടുപോയിട്ട് കാണുന്നത്. പണ്ട് നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് ഈ പിന്നെ അടിച്ചിട്ടല്ലേ വരിക ടെസ്റ്റ്, ഇപ്പോൾ അത് പശ വെച്ചിട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ടു പോകുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്തുള്ളൊരു പശ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് പൊട്ടുവാന്നൊന്നും അറിയില്ല കേട്ടോ. ഏതായാലും തൽക്കാലം ഇത് വെച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴേ ഞാൻ അമുതനോട് ഇങ്ങനെ പഠിക്കുക എന്നിട്ട് ഇങ്ങനെ പുറകെ അടുക്കലും പറയലും ഒന്നുമില്ല കേട്ടോ. ഇപ്പം തൽക്കാലം അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെറുതായിട്ട് സ്കൂളിൽ പോകാനെല്ലാം മടിയുള്ള ടൈമല്ലേ, അതാദ്യം ഒന്ന് സെറ്റായി വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമെല്ലാം നോക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ കാര്യമായിട്ട് വീട്ടിൽ നിന്നൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്നല്ലാണ്ട് ബാക്കിയെല്ലാം സ്കൂളിൽ നിന്ന് അവർ നോക്കുന്നുണ്ട്. എല്ലാം നമ്മളോട് അങ്ങനെ പഠിപ്പിക്കാനൊന്നും പറയുന്നില്ല, ഞാനങ്ങനെ നോക്കലുമില്ല. പിന്നെ എന്തെങ്കിലും വർക്ക് ഇങ്ങനെ കൊടുത്തു വിട്ടിന് എഴുതാനുണ്ടാകുന്നെല്ലാം നോക്കുന്നതാണ്. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നല്ല കുറച്ച് സമാധാനമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാത്രിക്കാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ രാത്രി ഫുഡ് കഴിക്കാൻ കാര്യമായിട്ടൊന്നും ആക്കിയിട്ടില്ല, സിമ്പിളായിട്ട് ഓട്സ് ആക്കിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കഴിക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് അങ്ങനെ സിമ്പിളായിട്ട് പോട്ടെ എന്ന് വിചാരിച്ച്. അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ, നമുക്ക് മൂന്നാൾക്കും ഇഷ്ടമാണ്. അങ്ങനെ അതാക്കിയത്. ആദ്യമെല്ലാം അധികം ഓട്സ് തന്നെയാണ് കേട്ടോ രാത്രിക്ക് ഉണ്ടാക്കൽ. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ആക്കുന്നത്. ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ഇടുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല വ്ളോഗുകളായിട്ട് വരാം. അപ്പോൾ താങ്ക് യു, ബൈ.